ഈ സർവീസ് റോഡ് ഇടിഞ്ഞ് വീടിന് മുകളിലേക്ക് വീണ ഒരാൾക്ക് പരിക്കേറ്റതടക്കം പിന്നീട് ആ കുടുംബത്തിന്റെ ഒരു ദാരുണമായ അവസ്ഥയൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്തായാലും മഴയ്ക്ക് രാവിലെ അല്പം ശമനമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലടക്കം വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിലേക്ക് വന്നിട്ടുണ്ടോ? നിലവിൽ ഇന്നും മഴ മുന്നറിയിപ്പ് തന്നെ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം തന്നെയാണോ ജില്ലയിലുള്ളത്? ജിൽസി, ഇന്നലെ വൈകുന്നേരം 4 മണിയോട് കൂടിയാണ് കോഴിക്കോട് ജില്ലയിൽ മഴ ആരംഭിച്ചത്. ആ മഴ രാത്രിയിൽ പാതിരാത്രി വരെ തന്നെ പെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ തന്നെയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്. പല താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട്. റോഡുകളിലെല്ലാം തന്നെ വെള്ളം കയറി. പെരുമണ്ണയിലും പൂവാട്ടുപറമ്പിലും പാലാഴിയിലും ഉൾപ്പെടെ റോഡിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. ആ കാലവർഷക്കെടുതിയിലാണ് ഇത് മാവൂരിലെ തെങ്ങിലക്കടവിൽ റോഡ് പൂർണ്ണമായി ഒരു സർവീസ് റോഡ്, അതായത് കുറച്ച് വീടുകൾ ആശ്രയിക്കുന്ന ഒരു പുഴയ്ക്ക് സൈഡിലൂടെയുള്ള റോഡാണ്. ആ റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. റോഡ് തകർന്ന് ചെറുപുഴയിലേക്ക് പതിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ജിൽസി ആദ്യം സൂചിപ്പിച്ച പോലെ തന്നെ കുടൽനടക്കാവിലെ നേരത്തെ മുകളിൽ നിന്നായിരുന്നു നമ്മൾ ദൃശ്യങ്ങൾ എടുത്തിരുന്നത്. നമ്മളിപ്പോൾ താഴോട്ട് ഇറങ്ങിയതാണ്. ആ താഴെ ഭാഗത്തുള്ള വീടുകളെല്ലാം തന്നെയാണ് നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു ചേച്ചിയുണ്ട്. ചേച്ചിയുടെ വീട് നമുക്ക് ഈ കാണുന്നത് ചേച്ചിയുടെ വീടാണ്. നളിനി എന്നാണ് അവരുടെ പേര്. അവരുടെ വീടാണ്. ആ വീട് നമുക്ക് കണ്ടാൽ അറിയാം. ഇനി അത് ഉപയോഗിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ തകർന്നിട്ടുണ്ട്. സർവീസ് സംരക്ഷണ മതിൽ പൂർണ്ണമായും ആ വീടിന് മുകളിലേക്കാണ് വീണിട്ടുള്ളത്. ചേച്ചി എപ്പോഴാണ് ഇന്നലെ വീണിരുന്നത്? ഇന്നലെ 8:30 ആങ്ങളെ വിളിച്ച് പറഞ്ഞത്. അവന് പരിക്ക് പറ്റിയപ്പോൾ വിളിച്ചതാ. ആങ്ങളെ ഇവിടെ ഉണ്ടായിരുന്നു. ആങ്ങളെ റൂമിൽ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അവൻ്റെ മേലേക്ക് വീണത്. ഇവിടെ ഒന്നായിട്ട് തലയൊക്കെ പൊട്ടിക്കുന്നുണ്ട്. ആസ്പത്രിയിലാണ്. വീട് പൂർണ്ണമായിട്ട് ഇതായിട്ടുണ്ട്. ആ, വീടൊക്കെ പോയി, ഒന്നായിട്ട് പോയി. അടുക്കളൻ്റെ വാതിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ തകർന്നെടുക്കുക. പിന്നെ ഷീറ്റ് ഇട്ടതായിരുന്നോ വീട്, അതോ ഓടാണോ? ഓടാണ്. ഓടിന്റെ മേലെ വീടൊക്കെ ഞാൻ മൂന്നായത്തിൽ ഓട് നീങ്ങിപ്പോയപ്പോൾ സീറ്റ് ഇട്ടതാണ്. അകത്തേക്ക് വെള്ളം ഇട്ട് വീണതിനെ കൊണ്ട് സീറ്റ് ഇട്ടതാണ്. ഞാൻ പഞ്ചായത്തിൽ കൊടുത്തതാണ്. പഞ്ചായത്തിൽ കൊടുത്തിട്ട് ഓല് തന്നില്ല. ഓല് പറഞ്ഞ് ആദ്യം പറഞ്ഞ് എൻ്റെ മോളും ഉണ്ട് അതിന് കാർഡിൽ. അതിനെക്കൊണ്ട് ഓൽക്ക് നല്ല സ്ഥിതിയിലാണ് എന്നും പറഞ്ഞാണ്ട് ഓല് തന്നില്ല. പിന്നെ ആപ്പിയിൽ കൊടുക്കാൻ പറഞ്ഞിട്ട് ആപ്പിയിൽ കൊടുത്ത് കാർഡ് വേറെ ആക്കി. നിങ്ങൾ ഉണ്ടാക്കിയ വീടാണോ? ഞാനും പറഞ്ഞില്ല, ചെറുപ്പത്തിലെ ഞാൻ വീട്ടുപണിക്ക് പോകല. വീട്ടുപണിക്ക് പറ്റി 2 മക്കളെയും കല്യാണം കഴിച്ചത്. ഞാൻ ഉണ്ടാക്കിയ വീടാണിത്. വീട്ടുപണിക്ക് പോയിട്ട് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാക്കിയ വീടാണിത്. അതാണ് ഇങ്ങനെ ആയിരിക്കും. ഇനി കിടക്കാനും കൂടെ സ്ഥലമില്ലാണ്ട് കയറാനും വഴിയില്ലാന്ന് തോന്നുന്നു. അങ്ങോട്ടൊന്നും പോകാനും വയ്യ. ഒന്നായിരൊക്കെ പൊട്ടിയുണ്ട്. കൈക്കാലും വിൽസും പൊരിയൊക്കെ അതിൻ്റെ ഉള്ളിലെ സാധനങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിലാണ്. ഒന്നും എടുത്തില്ല. എന്താ ചെയ്യാന്ന് അറിയില്ല. എന്തെങ്കിലും ആരായിരൊക്കെ വന്നിരുന്നല്ലോ അല്ലേ? അറിയില്ല. ഇന്നലെ രാത്രി വന്നോന്ന് അറിയില്ല. ഇന്ന് രാവിലെ കണ്ടില്ല. മെമ്പറോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്.